ഇന്ന് വരെ നമുക്ക് ചെറിയൊരു കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു 1/2 കിലോ കൊഞ്ച് നല്ലപോലെ പൊളിച്ച് കഴുകി റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ ഫ്രിഡ്ജിനകത്തൊന്ന് പിടിക്കാൻ വേണ്ടി വെച്ചതാണ്. ഇനി ഇതൊന്ന് എടുത്ത് സെമി ഫ്രൈ അങ്ങോട്ട് ആക്കണം. സെമി ഫ്രൈ അങ്ങോട്ട് ആക്കിയിട്ട് വേണം നമുക്ക് നല്ലപോലെ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് കൊണ്ട് അടിക്കാൻ വേണ്ടി. അങ്ങനെ കൊഞ്ച് റോസ്റ്റിലേക്ക് ചേർക്കാൻ വേണ്ടി 2 പച്ചമുളക് കട്ട് ചെയ്തത്, 1 തണ്ട് കറിവേപ്പില, ഒരു തക്കാളിക്ക് കട്ട് ചെയ്തത്, 2-3 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചത്, ഒരു പിടി തേങ്ങാക്കൊത്ത്, ഒരു 5-8 ചുമന്നുള്ളി കട്ട് ചെയ്തത്, ഒരു മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്തത്, ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി കൊഞ്ചൊക്കെ ഒന്ന് സെമി ഫ്രൈ അങ്ങോട്ട് ആക്കിയിട്ട് ഇതെല്ലാം ഒന്ന് വഴത്തി നമുക്ക് നമ്മുടെ അടിപൊളിയായിട്ടുള്ള കൊഞ്ച് റോസ്റ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കൊഞ്ചൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി തവയൊക്കെ വെച്ച് ചൂടാകുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. കാരണം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കൊഞ്ച് അങ്ങോട്ട് പറക്കിയിട്ട് അത് ഫ്രൈ അങ്ങോട്ട് ആക്കിയെടുക്കാം. അങ്ങനെ കൊഞ്ചെല്ലാം നല്ലപോലെ ഒന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെമി ഫ്രൈ അങ്ങോട്ട് ആക്കി കൊണ്ടിരിക്കാം. എന്നാലും നമ്മുടെ കൊഞ്ചെല്ലാം ഒന്ന് മീഡിയം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റും. ഫ്രൈ ആയാൽ മതി. പരുവത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് അങ്ങോട്ട് മാറ്റാം. അങ്ങനെ കൊഞ്ചൊക്കെ നമ്മൾ എടുത്ത് മാറ്റിയിട്ട് ചട്ടി കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി നല്ലപോലെ അങ്ങോട്ട് ചൂടാകട്ടെ. എന്നാൽ ചട്ടിയൊക്കെ വെച്ച് നല്ലൊരു ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ആ കൊഞ്ച് വറുത്ത് ബാലൻസ് വന്ന ആ എണ്ണ കൊണ്ട് ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് തേങ്ങാക്കൊത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ഒന്ന് ഓടിച്ചെടുക്കുക. എന്നിട്ട് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൊണ്ട് ചേർത്ത് കൊടുക്കുക. അത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ചുമന്നുള്ളിയും അതുപോലെ സവാളയും കൊണ്ട് ചേർത്ത് കൊടുക്കാം. അത് നല്ലപോലെ ഇളക്കി കൊടുത്ത് വഴറ്റി കൊണ്ടിരിക്കണം. അതിൻ്റെ കൂടെ 2 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് അതും വഴറ്റി കൊടുക്കും. നമുക്ക് അല്പം ഉപ്പും കൂടെ അവിടെ ചേർത്ത് കൊടുത്ത് അങ്ങോട്ട് ഇളക്കി കൊണ്ട് കൊടുക്കാം. അന്നേരം സവാളയൊക്കെ പെട്ടെന്നൊന്ന് വഴന്നു വരും. അന്നേരം നമ്മുടെ സവാളയും ഉള്ളിയെല്ലാം ഒന്ന് വഴന്ന് ചുമന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളിക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അത് വന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് വഴത്തി എടുക്കാം. തക്കാളിക്ക് ഒന്ന് വഴന്നു വരാൻ വേണ്ടി എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ചിട്ട് 2 മിനിറ്റ് അടച്ചു കൊടുക്കാം. ഇനി നമുക്ക് അങ്ങോട്ട് തുറന്ന് നോക്കാം. തുറന്ന് നോക്കി നല്ലപോലെ ഇളക്കി കൊണ്ട് കൊടുക്കാം. ഇനി പെട്ടെന്ന് അങ്ങ് വഴന്നുള്ളൂ നമ്മുടെ തക്കാളിക്ക്. നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടി ഐറ്റങ്ങളൊക്കെ കൊണ്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു അല്പം മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, ഒരല്പം കുരുമുളക് പൊടി, അല്പം ഗരം മസാല ഇത്ര ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊണ്ട് കൊടുക്കണം. എന്നാലും നല്ലപോലെ ഇളക്കി കൊടുത്ത് നമ്മുടെ പൊടിയെല്ലാം ഒന്ന് അതിൻ്റെ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊണ്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 1 പീസ് കുടംപുളിയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ പുളിയെല്ലാം ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ നമ്മൾ തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന നമ്മുടെ ചെമ്മീൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കൊഞ്ച് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് വെച്ച് അടച്ചങ്ങോട്ട് വേണം. ഒരല്പം ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി അങ്ങോട്ട് കൊടുത്ത്
ചെറിയ തീയിൽ അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് അങ്ങോട്ട് വെച്ച് കഴിയുമ്പോഴത്തേന് നമ്മുടെ കൊഞ്ച് റോസ്റ്റ് കൂടെ റെഡിയാവും. നമുക്കിത് അടച്ചു നോക്കാം. ഇടയ്ക്ക് നമ്മുടെ കൊഞ്ച് റോസ്റ്റ് തുറന്നു നോക്കാം. കൊഞ്ച് റോസ്റ്റ് എല്ലാം നല്ലപോലെ വെന്ത് വറ്റി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അങ്ങനെ ഉപ്പൊക്കെ കറക്റ്റ് പരുവത്തിനുണ്ട്. ഉപ്പ് പുളിയെല്ലാം കറക്റ്റ് പരുവത്തിനാണ്. ഇനി നമുക്ക് 2 മിനിറ്റ് കൂടെ അങ്ങോട്ട് അടച്ചങ്ങോട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡിയാണ്. നല്ല കിളിക്കാച്ചി കൊഞ്ച് റോസ്റ്റ്. എന്നാലും നമ്മുടെ കൊഞ്ച് റോസ്റ്റൊക്കെ നല്ല ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം നല്ലപോലെ ഒന്ന് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് സെറ്റായിട്ടുണ്ട്. നമ്മുടെ കിടിലൻ ടേസ്റ്റിലുള്ള സിമ്പിളായിട്ടുള്ള കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡിയാണ്. നല്ല കിടിക്കാച്ചി കൊഞ്ച് റോസ്റ്റ്. നമുക്ക് തീയൊക്കെ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് അങ്ങോട്ട് ഇരിക്കണം. ഇനി ഒരല്പം കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് നമുക്കിതങ്ങോട്ട് അടച്ചുകൊണ്ട് വെക്കാം. കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊണ്ട് കൊടുത്ത് അടച്ചങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ 1.5 മണിക്കൂർ അങ്ങോട്ട് ഇരിക്കട്ടെ. അന്നേരം നമ്മുടെ കൊഞ്ചയിലോട്ട് ഉപ്പ് എരി പുളിയൊക്കെ അങ്ങോട്ട് പിടിച്ച് സംഭവം നല്ല വേറെ ലെവലായിട്ടാണ്. അന്നേരം നമ്മുടെ കൊഞ്ചൊക്കെ നല്ലപോലെ തണുത്ത് നല്ല സെറ്റായിട്ടിരിക്കുകയാണ്. ഇനി ഇത് കൂട്ടി നമുക്ക് നമ്മുടെ ചോറും കൂടെ കഴിക്കാം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള കൊഞ്ച് റോസ്റ്റ് കൂട്ടി.